അവരുടെ വീട്ടിലെ ട്യൂഷനൊക്കെ പഠിച്ച ആളുടെ സിസ്റ്റർ അതുപോലെ എൻ്റെ അച്ഛൻ ഇങ്ങനെ അസുഖം അറ്റാക്ക് വന്നപ്പോൾ ഇടവഴിച്ച് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു അച്ഛൻ്റെ ഉള്ള ബന്ധമാണ്. അപ്പൊ ഈ ആള് എന്നോട് ഞങ്ങളിങ്ങനെ തോന്നുന്നേ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു മോടച്ഛൻ ഇങ്ങനെ ഭയങ്കര പാവമായിരുന്നു. ഇങ്ങനെ ഞങ്ങളവിടെ നിന്ന് പണിയുമ്പോൾ അവിടെ വന്നിരിക്കും. എനിക്ക് നേരം കൊണ്ട് ഉറങ്ങുന്നത് കാണാം. എന്താണ് ഉറങ്ങുന്നതെന്ന് ചോദിക്കും. എപ്പോഴും ചിരിക്കും. അതായത് അതൊക്കെ എൻ്റെ അച്ഛനെ കുറിച്ചൊക്കെ പറയും. എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു അങ്ങനെ മോക്ക് ഞാൻ മോടെ കയ്യേല് മോടെ അച്ഛന് കൊടുക്കുന്ന പോലെ ഉമ്മ തന്നോട്ടെ. അപ്പൊ ഞാൻ എൻ്റെ അച്ഛനോട് പറയും എന്താ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പല അനുഭവം. അതുപോലെ എൻ്റെ കൈ നോക്കിയ ഒരു അനുഭവം. ഒത്തിരി അമ്പലം അറിയാമോ ഇത്? ഓച്ചിറ അമ്പലം അറിയാവോ? ഓച്ചിറ അമ്പലം ഓച്ചിറ അമ്പലം ഭയങ്കര സെക്കൻഡ് കാശി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഞാൻ ഈ ദിവസം ഇതുപോലെ പോയപ്പോൾ ഒരു കൈ നോക്കുന്ന ഒരാൾ കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് നോക്കിച്ച് ചുമ്മാതെ നമുക്ക് അയാൾ ചോദിച്ച് അയാൾ എന്റെ കൈ ഇങ്ങോട്ട് വന്നൊരു അയാൾ എന്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഭർത്താവുമായിട്ട് വേർപെട്ട് നിൽക്കുവാണോ? അപ്പം നിങ്ങൾ ഡിവോഴ്സ് ആവാനായിട്ട് അങ്ങനെ നിൽക്കുവാണോ? അപ്പൊ ഞാൻ മനസ്സില്ല. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നീണ്ട വസ്തുവിനകത്ത് ആണോ ഇരിക്കുന്നത്? ഞാൻ ചോദിച്ചില്ല. ഇതെല്ലാം സത്യമാണ്. നീണ്ട വസ്തുവിനകത്താണ് എന്റെ വീട്. വീതി കുറവുള്ള വസ്തുവാ. അതുപോലെ നിങ്ങളുടെ അച്ഛന്റെ പൊന്നുമോളാണോ കേട്ടോ? നിങ്ങളുടെ അച്ഛന്റെ പൊന്നുമോളാണെന്ന് പറഞ്ഞു ഞാൻ എന്റെ അച്ഛന്റെ. അപ്പൊ ഞാനെന്നെ മനസ്സിലാക്കി എന്റെ അച്ഛന് വേറെ മോളുണ്ട്. ഞാൻ മാത്രം അങ്ങനെ പൊന്നുമോളാവാനാണ്. നമുക്ക് അങ്ങനെ ആവത്തില്ല. അതിന് രണ്ട് മക്കളുണ്ട്, രണ്ടുപേരോട് ഒരുപോലായിരിക്കും എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ആ സത്യത്തിൽ എനിക്ക് കേട്ടോ. പിന്നെ അങ്ങനെ എന്താ പറയുന്നത് ഞാൻ മാത്രം അച്ഛന്റെ പൊന്നുമോളാവാൻ പറ്റുമോ? അച്ഛന് രണ്ട് മക്കളുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പം പറഞ്ഞു നിങ്ങളുടെ അച്ഛന്റെ പൊന്നുമോളാണ്. അച്ഛൻ മരിച്ചു പോയി അതായത് ഒത്തിരി എന്നെല്ലാം അയാൾ പറഞ്ഞ് എല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ കഴിഞ്ഞു പറയാൻ പറ്റുമോ കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ സംഭവം കഴിഞ്ഞിട്ടാ എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എനിക്ക് എൻ്റെ അച്ഛനുമായിട്ട് എന്തോ ഒരു വലിയൊരു അടുപ്പവും പിന്നെ പല രീതിയിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛനുമായിട്ട് ശരിയല്ലായിരുന്നു എന്നുള്ളത് ഒക്കെ എന്തോ മനസ്സിൽ തോന്നുകയും എന്തൊക്കെയോ എനിക്ക് ചെറിയ തോന്നലുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛന് കിട്ടേണ്ട രീതിയൊന്നും സത്യത്തിൽ കിട്ടിയിട്ടില്ലെന്നും എൻ്റെ അച്ഛൻ്റെ പൈസയൊക്കെ ഇതുവരെ പല രീതിയിൽ പിടിച്ച് പറിക്കുകയും എൻ്റെ അമ്മ തന്നെ പല ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ അച്ഛനെ ഒത്തിരി കാട്ടി സത്യത്തിൽ അച്ഛനൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ എന്താ പറയുന്നത് ഈ എഴുത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അച്ഛനുമായിട്ടുള്ള എന്തോ ഒരു ബന്ധം നമുക്ക് ഇല്ലാതിരുന്ന ഒരു അടുപ്പം എഴുതുന്നോ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ എന്താ പറയുന്നത് ബുക്കിനെ പരിചയം ഒരു ദിവസം പരിചയപ്പെടുന്നതും ബുക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇവിടെ ആണെങ്കിൽ എങ്ങനെ പറയും എൻ്റെ ജോലികളിൽ നമ്മളൊരു പാത്രം കഴിയല്ല എൻ്റെ പിള്ളേർ പാത്രം തന്നെ പാവമാണ് ഞാൻ ചെയ്യുന്നത്. ആരും ചെയ്യില്ല എനിക്ക് ചിലപ്പം പക്ഷെ ഞാൻ നല്ല കറികളും ഞാൻ രണ്ടീസ് നല്ല കൂട്ടാം. നല്ല കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇരുന്നാലും ചിലപ്പോൾ മറ്റുള്ളവരാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ വീഡിയോസും സിനിമ കാണും അത് കാണും ഇത് കാണും ഭയങ്കര നല്ല കൂട്ടാം. ഞങ്ങൾ വേറെ ഇമോഷണലി ആണ് കൂടുതലും അറ്റാച്ച് കേട്ടോ. വേറെ രീതിയിൽ ഹലോ അത് അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം ഇപ്പോഴുള്ള ആളുകളുടെ സ്വഭാവമൊന്നുമില്ല. പണ്ടേതോ എന്താ പറയുന്നത് പണ്ട് ഓൾഡ് സോളാന്ന് പറയത്തില്ലയോ അങ്ങനെ വരുന്നു ഒരാളാന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടതയിൽ കൂടെ ഒക്കെ വന്ന ഒരു പാവം. എനിക്കതുകൊണ്ട് ഭയങ്കര കാര്യമാണ് സത്യത്തില്. പിന്നെ ഇത്തിരി മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. അത് ഈ ഭയങ്കര ഇന്നസെന്റ് ആൾക്കാർക്ക് ചെറിയൊരു മുൻകോപമൊക്കെ ഉണ്ടല്ലോ. ഈ നമ്മുടെ ശിവജി അങ്ങനെ നമ്മുടെ ശിവഭഗവാനും അതുപോലത്തെ സ്വഭാവമാണ്. ഒരു വെള്ളം എനിക്ക് വേണ്ടി ഇപ്പം ഇന്നലെ പോയായിരുന്നല്ലോ. വെള്ളം മുട്ട പിന്നെ എനിക്ക് വേണ്ട മിക്സ്ചർ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് എന്റെ ബെഡിന് അടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അതെ അങ്ങനെ പിന്നെ എന്റെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പാത്രം എല്ലാം കഴുകുന്നത് ആഹാരം ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി ഇവിടെ ഇതാക്കുന്നത് നമ്മൾ ചിലരൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ആളങ്ങ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ്. പിന്നെ ആളിന് ഭയങ്കര എന്താ പറയുന്ന അങ്ങനെ എന്തൊരു നല്ല
പാവം പിടിച്ച ഒരാളാണ് സത്യത്തിൽ. ഈ ജനറേഷൻ ഒന്നും ഉണ്ടാവേണ്ട ആളല്ല എനിക്കറിയാം. അതുപോലെ എല്ലാവരും കാലൊക്കെ തൊട്ട് തൊഴുത് അങ്ങനെയൊക്കെയുള്ള ആളുകളെ അറിയിക്കും. വേറെ ആരെയും കുറ്റമൊന്നും പറയരുത് എന്നൊക്കെയുള്ള ആളുകളുടെ സ്വഭാവം അറിയാമോ? അങ്ങനെയുള്ള ഒരാളാണ്. കർഷകരെ കൂടെ വന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്റെ അച്ഛൻ പണ്ട് ചില കാര്യങ്ങൾ പറയുന്ന പോലെ ഈ ഇദ്ദേഹമാണ് അത് ചില സമയത്ത് എന്റെ അച്ഛനൊക്കെ നന്ദി എന്റെ ജീവിതം നല്ലതായിരുന്നു. അതുപോലെ വലിയ പട്ടി കുതിക്കൊക്കെ ഇദ്ദേഹത്തിനുണ്ട്.